പല കുടുംബങ്ങളും കണ്ടുവരുന്ന ഒരവസ്ഥയാണ്. മക്കൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ഒരുപാട് ബുദ്ധിമുട്ടി. മക്കളെ നല്ല നിലയിലെത്തിക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക. അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്തു. അവരെ ഒരു പൊസിഷനിൽ എത്തിച്ചു കഴിഞ്ഞപ്പോഴോ മക്കൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി മാതാപിതാക്കൾ അവരുടെ വയറ് മുറുക്കി പിടിച്ചിട്ടാണ് മക്കൾക്ക് തിന്നാൻ കൊടുത്തും മക്കളെ വളർത്തിയതും മക്കളെ വലുതാക്കിയതും. അപ്പോൾ അവർക്കൊരു കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇവർ മറക്കുകയാണ്. മക്കൾ പട്ടിണി എടുക്കാതിരിക്കാൻ വേണ്ടി മാതാപിതാക്കൾ അവർ വയറ് നിറച്ച് തിന്നാൻ കൊടുത്തു. പക്ഷേ മാതാപിതാക്കൾ പട്ടിണി കിടക്കുമ്പോൾ എത്ര മക്കളുണ്ട് അവരെ സംരക്ഷിക്കുന്നത്, അവരെ നോക്കുന്നത്? അപ്പം നമ്മുടെ ഈ തലമുറയുടെയൊക്കെ ഒരു ശാപം എന്നല്ലാണ്ട് എന്ത് പറയാനാണ്, അല്ലേ? ശരിയല്ല, ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരുപാട് 100, 1000, 10,000 കണക്കിന് മനുഷ്യന്മാരെ എനിക്കറിയാം. മക്കൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി എന്തു അധ്വാനത്തിൽ കൂടെ അവർ ഭക്ഷണം കൊടുത്ത് വളർത്തിയ ഒരുപാട് മാതാപിതാക്കളുണ്ട്. പക്ഷേ മാതാപിതാക്കൾ ഇന്ന് പട്ടിണി കിടക്കുകയാണ്. മാനസികമായിട്ട് പട്ടിണി അനുഭവിക്കുന്നു, ശാരീരികമായിട്ട് പട്ടിണി അനുഭവിക്കുന്നു. അങ്ങനെ ഒത്തിരി പട്ടിണി അനുഭവിച്ചുകൊണ്ട് പോകുന്നു. ഒത്തിരി സ്നേഹത്തിൽ പട്ടിണി അനുഭവിക്കുന്നു. അങ്ങനെ ഒരുപാട് പട്ടിണികൾ അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇതൊരു വലിയൊരു പാപമാണ് ഈ മക്കൾ മെച്ചുന്നത്. പക്ഷെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഈ ഒരവസ്ഥ, അല്ലേ? ഒരു കാലഘട്ടത്തിൽ ഇവിടെ തിന്നാനും കുടിക്കാനൊന്നും ഇല്ലായിരുന്നു. അന്ന് ഒരുപാട് ത്യാഗത്തിൽ കൂടെയാണ് മക്കൾക്ക് ഇവർ അന്നം കൊടുത്തത്. അപ്പോൾ ഇന്ന് പല മക്കളും ഇത് തിരിച്ചറിയുന്നില്ല. ശരിയല്ലേ? അപ്പോൾ ഈ തലമുറയുടെയൊക്കെ ഒരു പോക്ക് ഒന്ന് ചിന്തിച്ച് നോക്കി.